Hello dear students. അപ്പോൾ നമ്മളെ ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അതായത് ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് CBSE ബോർഡ് എക്സാമിനേഷൻസ് ആണ്. CBSE ബോർഡിൽ നിങ്ങളോട് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു നോട്ട് ഡൗൺ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അതിനുശേഷം നിങ്ങളെല്ലാം നല്ലോണം പഠിച്ച്, അതായത് ഈ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം. ഇനി ലൈവ് കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് അറിയിക്കാം. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സെഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ലെറ്റ് us see ഈ ചാപ്റ്ററിനെ പറ്റി ഞാനൊരു ബേസിക് ഐഡിയ തരാം. ബയോമോളിക്യൂൾസ്, അതായത് ലിവിങ് ഓർഗാനിസത്തിലുള്ള പല ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ബയോമോളിക്യൂൾസിൽ പഠിക്കാൻ പോകുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ മെയിൻലി നമ്മൾ NCERT എടുത്ത് നോക്കുകയാണെങ്കിൽ ബയോമോളിക്യൂൾസിൽ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ്. അതിൽ തന്നെ നമ്മൾ മോണോസാക്കറൈഡ്സ്, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ, ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഡൈസാക്കറൈഡ്സ് ആയ സൂക്രോസും, അതുപോലെ തന്നെ പോളിസാക്കറൈഡ്സ് ആയ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിൽ പഠിക്കുക. അതിനുശേഷം വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്രോട്ടീൻസ്. ഈ ചാപ്റ്ററിൽ പിന്നെ ഉള്ളത് പ്രോട്ടീൻസ് ആണ്. അതായത് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അമൈനോ ആസിഡ്സ് വിൽ കമ്പൈൻ ടു ഫോം പ്രോട്ടീൻസ്. അമൈനോ ആസിഡ്സിന്റെ ഒരു പോളിമറിനാണ് നമ്മൾ എന്ത് പറയാ? പ്രോട്ടീൻസ് എന്ന് പറയാ. ഓക്കെ, ഇതിനൊക്കെ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻസിന് ശേഷം വി ആർ ഗോയിങ് ടു സീ അബൌട്ട് വിറ്റാമിൻസ്. വിറ്റാമിൻസിനെ പറ്റി നമ്മൾ പഠിക്കും. വിറ്റാമിൻസ്, വാട്ടർ സോല്യൂബിൾ, ഫാറ്റ് സോല്യൂബിൾ, ഇതുപോലുള്ള വിറ്റാമിൻസിനെ പറ്റി പഠിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ന്യൂക്ലിക് ആസിഡ്സ്, അതായത് നമ്മുടെ DNA, RNA, ഇതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷനാലിറ്റി മോർ ഓർ ലെസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ബയോളജി. നമ്മൾ മെയിൻലി വി ആർ ഫോക്കസിങ് ഓൺ ദ സ്ട്രക്ചർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ NCERTയിലെ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ വിറ്റാമിൻ ഹൂസ് ഡെഫിഷ്യൻസി കോസസ് പെർനീഷ്യസ് അനീമിയ. അപ്പം വിറ്റാമിൻസിന്റെ സെക്ഷൻസിൽ നിങ്ങൾക്ക് വിറ്റാമിൻസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. അതിനുശേഷം അതിന്റെ സോഴ്സസ് ഓഫ് ദോസ് വിറ്റാമിൻസ് ഉണ്ടാവും. അതിനുശേഷം മൂന്നാമതുള്ള ഒരു കോളമാണ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള എല്ലാ ഡെഫിഷ്യൻസി ഡിസീസസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെർനീഷ്യസ് അനീമിയ കോസ് ചെയ്യുന്നത് ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ എന്നാണ്. നമുക്ക് ഇഫ് യു ഹാവ് സ്റ്റഡീഡ് നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വിറ്റാമിൻ B12. വിറ്റാമിൻ B12ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ A സീറോഫ്താൽമിയ, വിറ്റാമിൻ B ആണ് ബെരിബെരി. അപ്പം അതുപോലുള്ള പല ഡിസീസസ്, ഡെഫിഷ്യൻസി ഡിസീസസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? NCERT എടുത്തിട്ട് ആ വിറ്റാമിൻ സെക്ഷൻസിലെ വിറ്റാമിൻസ്, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ്, മോർ ദാൻ ദ സോഴ്സ് ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ അത് നോക്കൂലേ? NCERT തുടർന്ന് പഠിക്കണം. ഓക്കെ, റൈറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബ്യുലാർ ആൻഡ് ഫൈബ്രസ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിറ്റാമിൻ B12 എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഞാനിവിടെ ഗ്ലോബ്യുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻസിന്റെ, നമ്മൾ ഗ്ലോബ്യുലാർ പ്രോട്ടീൻസ്, പിന്നെ വേറൊരു സെക്ഷൻസിൽ നമ്മൾ ഫൈബ്രസ് പ്രോട്ടീൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്ലോബ്യുലാർ പ്രോട്ടീൻസിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഫൈബ്രസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റണ്ണിങ് പാരലൽ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് എ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ് വെരി ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബ്യുലാർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഫൈബ്രസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വാട്ടർ ഇൻസോല്യൂബിൾ ആയിരിക്കും. മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഗ്ലോബ്യുലാർ പ്രോട്ടീൻസിന്റെ അവിടെ NCERTയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻസുലിൻ ആൻഡ് ആൽബ്യൂമിൻ.
അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാൽ എന്താണ്? കെരാറ്റിൻ ആൻഡ് മയോസിൻ. അപ്പൊ രണ്ട് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ഡിഫറൻസ് എഴുതാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ യു ക്യാൻ ആസ്ക്. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ CBSE എല്ലാ ബോർഡ് എക്സാമിനേഷനിലും വിൽ ഹാവ് 5 or 6 അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഫസ്റ്റ് അസേഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞ എന്താണ്? വിറ്റാമിൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. അപ്പൊ രണ്ട് തരം വിറ്റാമിൻസ് ഉണ്ട്. ഒന്ന് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്, രണ്ടാമത്തേത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്. അപ്പം ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് എന്ന് പറയുന്നത് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ADEK. അപ്പം ഇത്തരം ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ദേ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ബോഡി. കാരണം അവർ ഫാറ്റ് സോല്യൂബിൾ ആയിരിക്കും. ബട്ട് ഇനി ഫാറ്റ് സോല്യൂബിൾ അല്ലാത്ത വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ഇഫ് യു ആർ ടേക്കിംഗ് എവിടെ ഓക്കെ if you are taking water soluble vitamins, അപ്പം വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ബാക്കി ആരൊക്കെയാണ്? ബി കോംപ്ലക്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ സി ഉണ്ട്, പിന്നെ എന്താണ്? BC, ADEK. So B complex and C, they are going to be coming under water soluble. ഇനി ഇവിടെ ഈ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള they are does not stored in body ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എന്താണ്? വിറ്റാമിൻ കെ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പം സ്റ്റേറ്റ്മെന്റ് അസേഷൻ ഇസ് കറക്റ്റ്. കാരണം കെ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. വിറ്റാമിൻ കെ ഇസ് എ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻ. റീസൺ എന്താണ്? ഫോൾസ് അല്ലേ? അപ്പം ഇവിടെ അസേഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. ഇനി കറക്റ്റ് റീസൺ എന്തുകൊണ്ടാണ്? വിറ്റാമിൻ കെ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. വാട്ട് ഷുഡ് ബി ദ കറക്റ്റ് റീസൺ? വിറ്റാമിൻ കെ ഇസ് എ ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻ. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് റീസൺ ആണ്. ആ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. വിറ്റാമിൻസ് പാർട്ടിൽ there are two different types of vitamins, water soluble and fat soluble vitamins. എക്സാമ്പിൾസ് പഠിച്ചു പോവാം. ഓക്കെ, ഇനി ആൽഫ ഹീലിക്സ് സ്ട്രക്ചർ. നമ്മളുടെ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിലാണ് എന്തൊക്കെ വരുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിൽ നമുക്ക് ആൽഫ ഹീലിക്സ്, അതുപോലെ തന്നെ രണ്ടാമത് വന്ന എന്താണ്? ബീറ്റ പ്ലീറ്റഡ്. അപ്പം ബീറ്റ പ്ലീറ്റഡും ആൽഫ ഹീലിക്സും കമ്മിങ് അണ്ടർ എന്താണ്? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇനി ടേർഷ്യറി സ്ട്രക്ചറിലാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്ലോബ്യുലാറും ഫൈബ്രസും വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ആൽഫ ഹീലിക്സോ ബീറ്റ പ്ലീറ്റഡോ ചോദിച്ചാൽ ഇറ്റ് ഈസ് സെക്കൻഡറി സ്ട്രക്ചർ. ഗ്ലോബ്യുലാർ ആൻഡ് ഫൈബ്രസ് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യുവർ ടേർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അമൻ ആർ പ്രകാശ് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. എ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ്. ഇവിടെ നമുക്ക് ഫാറ്റ് സോല്യൂബിൾ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ ദ ഫോളോയിങ്. പെപ്റ്റൈഡ് ലിങ്കേജ് എന്താണ്? വാട്ട് ഈസ് എ പെപ്റ്റൈഡ് ലിങ്കേജ്? നമുക്കൊരു പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ടാവില്ലേ? ആ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ജോയിൻ ചെയ്യുന്ന ലിങ്കേജിനാണ് നമ്മൾ എന്ത് പറയാ? പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയാം. അപ്പൊ ഞാനൊരു സിമ്പിൾ അമിനോ ആസിഡ് ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, RC. ഈ സിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു H ഉണ്ടാവും, ഒരു NH2 ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ പെപ്റ്റൈഡ് ലിങ്കേജ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഐ വിൽ ഡു വൺ തിങ്. We will take C, ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും. R ഗ്രൂപ്പ് ക്യാൻ വേരി. ഒരു H ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു NH2 ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു COOH ഗ്രൂപ്പ് ഉണ്ടാവും. ഈ R ഗ്രൂപ്പ് ഡിഫർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്? ഡിഫറെന്റ് അമൈനോ ആസിഡ്സ് കിട്ടും. ഇനി വേറൊരു അമൈനോ ആസിഡ് ഐ എം ഗോയിങ് ടു റൈറ്റ് NH2C. ഇവിടെ ചിലപ്പോൾ വേറൊരു R ആയിരിക്കും, ചിലപ്പം സെയിം R ആവാം. ഓക്കെ, COOH. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്? നമ്മളുടെ ഈ OHും ഇവിടെയുള്ള ഒരു Hഉം കൂടി റിമൂവ് ചെയ്ത് വാട്ടർ റിമൂവ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ പെപ്റ്റൈഡ് ബോണ്ട്. അതൊരു അമൈഡ് ബോണ്ട് ആണ്. അപ്പം ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്തായിരിക്കും? NH2RC
RCOO. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, 1 minute. ഓക്കെ, CH അല്ല, RC, ഇവിടെ NH2R അല്ലല്ലോ. ഓക്കെ, ഇറ്റ് ഈസ് NH2COO അല്ലേ, നമ്മൾക്കൊരു അമൈഡ് ലിങ്കേജ് അല്ലേ വേണ്ടത്. ഓക്കെ, ഹിയർ R ഞാൻ ഇവിടെ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. ദിസ് ഇസ് നോട്ട് R, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി C. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാവും. NH2 കഴിഞ്ഞിട്ട് ഒരു C ഉണ്ട്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് C. അതിന്റെ മുകളിൽ ഒരു R ഉണ്ടാവും, ഇവിടെ താഴെ H ഉണ്ടാവും. നെക്സ്റ്റ് CO, then it is going to be NH. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് C, അതിന്റെ മുകളിൽ വേറൊരു R ഉണ്ടാവും, then it is going to be H, പിന്നെ ഉള്ളത് COH. അപ്പം ഇതൊരു അമൈഡ് ലിങ്കേജ് ആണ്, അതായത് C ഡബിൾ ബോണ്ടോ NH, ഇതൊരു അമൈഡ് ലിങ്കേജ്. സോ വാട്ട് ഈസ് പെപ്റ്റൈഡ് ലിങ്കേജ്? ദി അമൈഡ് ലിങ്കേജ് ഫോംഡ് ബിറ്റ്വീൻ 2 amino acids in a polypeptide chain is known as amide അല്ലല്ലോ, നമ്മുടെ എന്താണ് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീനേച്ചേർഡ് പ്രോട്ടീൻ എന്താണ്? ഒരു നേറ്റീവ് സ്റ്റേറ്റിലുള്ള പ്രോട്ടീൻ അഥവാ ബയോളജിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു പ്രോട്ടീൻ ഡ്യൂ ടു ദി പ്രസൻസ് ഓർ ഡ്യൂ ടു സം ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ടെമ്പറേച്ചർ ഓർ ഡ്യൂ ടു സം കെമിക്കൽ ചേഞ്ച് ലൈക്ക് pH എന്ത് സംഭവിക്കും? അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പൊ ഡീനേച്ചേർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ദ പ്രോട്ടീൻ വിച്ച് ലോസ്റ്റ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി due to denaturation is known as denatured protein. The protein which lost its biological activity due to denaturation is known as denatured protein. Okay, അത് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബോർഡ് ഒന്ന് റീസ് ചെയ്തിട്ട്, why do amino acids show amphoteric behavior? Again ഞാനൊരു അമൈനോ ആസിഡ് എടുക്കാൻ പോവുകയാണ്. അത് എന്താണ് amphoteric behavior? Amphoteric behavior എന്ന് പറഞ്ഞാൽ the property by which it can react with both acid as well as base is known as amphoteric nature. അപ്പോൾ ഞാനൊരു അമൈനോ ആസിഡ് എടുക്കാൻ പോവുകയാണ്, RCH. Here it is going to be നമ്മൾ നേരത്തെ എഴുതിയത് NH2COOH. ഈ അമൈനോ ആസിഡ് അറ്റ് എ പർട്ടിക്കുലർ pH ഇറ്റ് വിൽ എക്സിസ്റ്റ് ആസ് എ സ്വിറ്റർ അയോൺ. എങ്ങനെയാണ് സ്വിറ്റർ അയോൺ? ഒരു H+, ഇവിടെയുള്ള ഒരു H+ വന്ന് ഈ ഒരു അമൈനോ ഗ്രൂപ്പിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് NH3+ ആയിരിക്കും. ആ പ്ലസ് ഈ R അതുപോലെ തന്നെ ഉണ്ടാവും, ഇവിടെ ഒരു H അതുപോലെ തന്നെ ഉണ്ടാവും, പിന്നെ ഇവിടെ വരാൻ പോകുന്നതായിരിക്കും COO-. ഈ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. So why do amino acids show amphoteric behavior? Because amino acids will form zwitter ion at a particular pH. Due to the formation of this zwitter ion, it is going to show amphoteric behavior. ഇനി എങ്ങനെയാണ് ഇത് amphoteric behavior ഷോ ചെയ്യുന്നത്? സപ്പോസ് ഒരു ആസിഡ് വരികയാണെന്ന് വിചാരിക്കും. സപ്പോസ് ഒരു H+, ആസിഡ് എന്ന് പറഞ്ഞാൽ it is going to be H+. ഇനി ഒരു ആസിഡ് വരികയാണെങ്കിൽ what will happen is that, okay, ഒരു ആസിഡ് വരികയാണെങ്കിൽ there is going to be one H+. ഈ H+ ഡയറക്ട്ലി വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? CO- കൂടെ അറ്റാച്ച് ചെയ്യും. സപ്പോസ് ഒരു OH- വരികയാണ്, what will that OH- do? OH- will take away one H+ from here and it will be converted to H2O. അങ്ങനെയാണ് അതിന്റെ zwitter ion is going to show amphoteric behavior. So why do amino acids show amphoteric behavior? Due to ability to form zwitter ion, it is going to show amphoteric behavior. Understood? Okay, is it clear? How you can കണ്ടോ, വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബ്യുലാർ പ്രോട്ടീൻ? വി ഹാവ് ഓൾറെഡി സെഡ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് എന്ത് ചെയ്താൽ സ്ക്രോൾ അടിച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ നെയിംസ് ഓഫ് 2 different സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻസ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആൽഫ ഹീലിക്സ്, പിന്നെ എന്താണ് ബീറ്റാ പ്ലീറ്റഡ്. ഇത് രണ്ടും എഴുതിയാൽ half you will get 1 mark. Okay, is it clear? Okay, Sushinder is asking, okay, because they contain acidic carboxyl group and a basic amino group. ശരിയാണ്. അതായത് നമുക്കിവിടെ ഒരു acidic carboxyl ഗ്രൂപ്പ് ഉണ്ട്, ഒരു basic amino ഗ്രൂപ്പ് ഉണ്ട്.
അത് കാരണമാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഷോ ആംഫോട്ടറിക് ബിഹേവിയർ. പക്ഷെ ആംഫോട്ടറിക് ബിഹേവിയർ ഷോ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു അമൈനോ ആസിഡ് സ്വിറ്റർ അയൺ ഉള്ള സമയത്താണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഷോ ദി ആംഫോട്ടറിക് ബിഹേവിയർ. ശരിയാണ്. ഇനി സുശീന്ദർ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡറി സ്ട്രക്ചർ ആൻഡ് ടേഴ്ഷ്യറി സ്ട്രക്ചർ. അപ്പൊ നമ്മളൊരു പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് മെനി അമൈനോ ആസിഡ് ചെയിൻ. ഓക്കെ, അപ്പൊ പ്രൈമറി സ്ട്രക്ചർ മുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സപ്പോസ് ഒരു അമൈനോ ആസിഡ് ആൻഡ് വാട്ട് ഈസ് ദ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ദം? ദേ ആർ ലിങ്ക് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്. മെനി അമൈനോ ആസിഡ് ദേ വിൽ ബി ലിങ്ക് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ. അതായത് നമ്മൾ അമൈനോ ആസിഡിന്റെ സീക്വൻസ്, ദ സീക്വൻസ് ഓഫ് അമൈനോ ആസിഡ് ഇസ് നോൺ ആസ് പ്രൈമറി സ്ട്രക്ചർ. ഇനി ഈ പ്രൈമറി സ്ട്രക്ചറിന് ഞാനൊരു സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു സ്ട്രേറ്റ് ചെയിൻ, ഇതാണ് എന്റെ പ്രൈമറി സ്ട്രക്ചർ. ഓക്കെ, ഈ പ്രൈമറി സ്ട്രക്ചർ സപ്പോസ് ഇതിങ്ങനെ കോയിൽ ചെയ്ത് നിൽക്കുന്ന ഒരു ഷേപ്പ്, അതായത് ഈ പ്രൈമറി സ്ട്രക്ചർ കോയിൽ ചെയ്ത് വെച്ചാൽ വാട്ട് എവർ യു ആർ ഗെറ്റിംഗ് അതാണ് അതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ. ഇത് ആൽഫ ഹീലിക്സ് ആണ്. ബീറ്റ പ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലീറ്റ് ഷേപ്പിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കോയിൽഡ്. ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. ഇൻ സം ഫാഷൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇത് ബീറ്റ പ്ലീറ്റഡ് ആൽഫ ഹീലിക്സ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡറി സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ ടേഴ്ഷ്യറി സ്ട്രക്ചർ എന്തായിരിക്കും? സോ സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് കോയിൽ. ഈ കോയിൽ എന്തുണ്ടാവും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അറേഞ്ച്ഡ് സംതിങ് ലൈക്ക് ദിസ്. ഇതിലുള്ള ഈ ഒരു അമൈനോ ആസിഡ് സ്ട്രേറ്റ് ചെയിൻ നമ്മൾ പ്രൈമറി എന്ന് വിളിച്ചു. ആ പ്രൈമറിന്റെ ഈ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നമ്മൾ ആ പ്രൈമറി കോയിൽ ചെയ്തതിനെ വി കോൾ ഇറ്റ് ആസ് സെക്കൻഡറി. ഇനി ആ സെക്കൻഡറി അറേഞ്ച് ചെയ്ത മാനറിന് വി കോൾ ഇറ്റ് ആസ് ടേഴ്ഷ്യറി സ്ട്രക്ചർ. ഇനി സപ്പോസ് നമുക്ക് രണ്ട് ടേഴ്ഷ്യറി സ്ട്രക്ചർ ഉണ്ട്. ഐ എം റൈറ്റിംഗ് ഹിയർ ഒരു ടേഴ്ഷ്യറി സ്ട്രക്ചർ ഇസ് പ്രസന്റ് ഹിയർ ആൻഡ് അനദർ ടേഴ്ഷ്യറി സ്ട്രക്ചർ ഇസ് പ്രസന്റ്. So when 2 or 3 tertiary structure combine and present, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് quaternary. Is it clear? Okay, അങ്ങനെയാണെങ്കിൽ ഓക്കെ ഗുഡ്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? അപ്പം പ്രൈമറി എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ചെയിൻ ആയിട്ടുള്ള അതിന്റെ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പ്രൈമറി കോയിൽ ചെയ്ത ഒരു സ്ട്രക്ചറാണ് നമ്മൾ സെക്കൻഡറി എന്ന് വിളിക്കുക. സെക്കൻഡറി നമ്മൾ എങ്ങനെയാണോ പാക്ക് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ടേഴ്ഷ്യറി എന്ന് വിളിക്കും. ടേഴ്ഷ്യറി 2 or 3 ക്യാൻ ബി കമ്പൈൻഡ്. ഈ ക്വാട്ടർണറി സ്ട്രക്ചർ കാരണമാണ് അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി. ടേഴ്ഷ്യറി ഓർ ക്വാട്ടർണറി വിൽ ഗീവ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പൊ അതായത് ടേഴ്ഷ്യറിയോ ക്വാട്ടർണറിയോ സ്ട്രക്ചർ ഇല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ എവ്രി വൺ? ഓക്കെ, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെന്താണ്? How do you, ഇവിടെ നമ്മൾ ചെയ്തില്ലേ, names of 2 different secondary alpha helix and beta period. How do you explain the following? Presence of aldehyde group in glucose. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വരയ്ക്കുകയാണ്. ദിസ് ഈസ് CHO, പിന്നെ ഒരു CHOH. ഇങ്ങനെ CHOH എന്ന് പറയുന്നത് നമുക്ക് 4 ഗ്രൂപ്പ്സ് ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്തുണ്ട്? ഒരു CH2OH. നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഹിയർ ദർ ഇസ് ഗോയിങ് ടു ബി CHO, then it is HOH, third one it is going to be OHH, fourth one it is going to be HOH. ഇതാണ് നമ്മുടെ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഹിയർ യു വിൽ ഹാവ് CH2OH. അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ട് ഐ ആം ഡ്രോയിങ് ലൈക്ക് ദിസ്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ടെസ്റ്റ് എന്താണ്? നമുക്ക് ഒരു I think 4 or 5 reactions of glucose തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സ്ട്രേറ്റ് ചെയിൻ കാർബൺ ആണെന്നുള്ള റിയാക്ഷൻ, രണ്ടാമത് അതിലൊരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള റിയാക്ഷൻ, മൂന്നാമത് ആ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെന്നുള്ള റിയാക്ഷൻ, പിന്നെ പ്രസൻസ് ഓഫ് വാട്ട് ഈസ് ദാറ്റ് 5 OH ഗ്രൂപ്പ്സ്, പിന്നെ അഞ്ചാമത് എന്താണ്? പ്രസൻസ് ഓഫ് 1 of the OH as പ്രൈമറി ആൽക്കഹോൾ. ഇങ്ങനത്തെ 5 റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ആൽഡിഹൈഡ് ആണെന്ന് തെളിയിക്കുന്ന റിയാക്ഷൻ ഏതാണ്? ഇഫ് യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്, മേ ബി ബ്രോമിൻ വാട്ടർ ഇസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ആ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ത് ചെയ്യും? CHO ഗ്രൂപ്പിനെ നമ്മൾ എന്തായി മാറ്റും? COOH ഗ്രൂപ്പ്. ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ അതുപോലെ തന്നെ നിൽക്കും. CHOH 4 times, പിന്നെ CH2OH. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ദിസ് ഈസ് ഗ്ലൂക്കോണിക് ആസിഡ്. When glucose is treated with mild oxidizing agent, glucose is converted to gluconic acid. ഈ ഒരു റിയാക്ഷൻ വഴിയാണ് നമ്മൾ എന്ത് presence of aldehyde group കൺഫേം ചെയ്തത്. ഓക്കെ, പ്രസൻസ് ഓഫ് 5 OH ഗ്രൂപ്പ് അതായത് കൺഫേം ചെയ്തത് എങ്ങനെയാണ്? സോ ഞാൻ ഇവിടെ ഇത് മായ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പ്രസൻസ് ഓഫ് 5 OH ഗ്രൂപ്പ്സ്? ഓക്കെ, പ്രസൻസ് ഓഫ് 5 OH ഗ്രൂപ്പ്സ്, അതായത് നമ്മൾ സെയിം ഗ്ലൂക്കോസ് എടുക്കുകയാണ്. ഇവിടെ 5 OH ഗ്രൂപ്പ്സ് ഇല്ലേ? CHOH
4 times പിന്നെ CH2OH. ഇതിലേക്ക് നമ്മൾ അസറ്റിക് അൻഹൈഡ്രൈഡ് ആഡ് ചെയ്യുകയാണ്. എന്താണ് അസറ്റിക് അൻഹൈഡ്രൈഡ്? CH3CO twice O അസറ്റിക് അൻഹൈഡ്രേറ്റ് ആഡ് ചെയ്തപ്പോൾ അതിൽ 5 മോളിക്യൂൾസ് ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് CHO will remain as it is. ഇവിടെ CHO C double bond O CH3 അസറ്റേറ്റ് മോളിക്യൂൾ. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാവും? 4 പ്ലസ് ഇവിടെ CH2O C double bond O CH3 ഇങ്ങനത്തെ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 4 നമുക്ക് ഇത്ര ചെറുതാക്കി എഴുതാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 4. ഓക്കെ, ഇങ്ങനത്തെ ഒരു മോളിക്യൂൾ ഉണ്ടാവും. സോ ടോട്ടലി ഗ്ലൂക്കോസ് upon reaction with acetic anhydride നമുക്ക് എന്ത് കിട്ടി? acetic anhydride we got penta-acetate. അതിനർത്ഥം എന്താണ്? പെന്റ അസറ്റേറ്റ് ഫോം ചെയ്താൽ നമുക്ക് 5 അസറ്റേറ്റ് ഗ്രൂപ്പ് കിട്ടിയില്ലേ? 5 അസറ്റേറ്റ് ഗ്രൂപ്പ് കിട്ടിയാൽ അതിനർത്ഥം എന്താണ് മക്കളെ? വി ആർ ഹാവിംഗ് 5 OH ഗ്രൂപ്പ്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു ടെസ്റ്റ് ആണ്. ഓക്കെ, വാട്ട് വിൽ ഗ്ലൂക്കോസ് ഗിവ് വെൻ ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് HI? നമ്മളെ ഫസ്റ്റ് ടെസ്റ്റ് എന്താണ്? ഇപ്പൊ ഗ്ലൂക്കോസ് ഇഫ് ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് HI ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്നത് എന്താണ്? ഐ എം ഗോയിങ് ടു റൈറ്റ് ബിലോ. ഗ്ലൂക്കോസ് ഇറ്റ് വിൽ ഗിവ് N-hexane. ഇത് കൺഫേം ചെയ്തത് എന്തിനാണ്? presence of 6 straight chain carbon on prolonged heating with HI. ഈ സെയിം റിയാക്ഷൻ നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? HI പ്ലസ് റെഡ് ഫോസ്ഫറസ്. അതൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതിൽ CHO ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ആൽക്കെയിൻ. COH ഉണ്ടെങ്കിൽ വിൽ ബി കൺവേർട്ടഡ് ടു ആൽക്കെയിൻ. ഒരു ഈതർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ആൽക്കെയിൻ. അപ്പം ആ ഒരു റിയാക്ഷൻ ആണിത്. ഫൈൻ, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Furanose ring of fructose is formed due to reaction between. അപ്പൊ ഞാൻ ഫ്രക്ടോസ് ഞാനിവിടെ വരക്കാം. CH2OH. ഫ്രക്ടോസിന്റെ ഫസ്റ്റ് കാർബൺ CH2OH ആണ്. ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബൺ എന്തായിരുന്നു? CH2OH. സെക്കൻഡ് കാർബൺ ഇതൊരു കീറ്റോ ഹെക്സോസ് ആണ്. അഥവാ കീറ്റോൺ വിത്ത് 6 കാർബൺ ആറ്റം. ഇങ്ങനെ ഇവിടെ CH2OH. പിന്നെ മൂന്നാമത്തെ കാർബൺ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി OH. നാലാമത്തെ കാർബൺ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹിയർ 1 2 3 4. So HOH. Fifth carbon it is going to be H and OH. ബാക്കിയുള്ളത് സെയിം ആസ് ഗ്ലൂക്കോസ്. ഞാൻ കുറച്ചും കൂടി ഐ റൈറ്റ് ഇറ്റ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ CH2OH. രണ്ടാമത് എന്താണ്? ഇറ്റ് ഈസ് OH. നെക്സ്റ്റ് എന്താണ്? HOH. നെക്സ്റ്റ് എന്താണ്? HOH. അപ്പം ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബൺ. Okay, this is the first carbon, this is the second carbon, this is the third carbon, fourth carbon, fifth carbon, sixth carbon. ഇനി എങ്ങനെയാണ് ഈ ഫ്രക്ടോസ് ഫ്യൂറനോസ് റിംഗ് ആയിട്ട് മാറുന്നത്? ഹിയർ ഈ C double bond O if it is transferred here ഇവിടെ നെഗറ്റീവ് ആയി, ഈ കാർബൺ എന്തായി? പോസിറ്റീവ് ആയി. അപ്പം ഈ hydrogen from the fifth carbon will get attached to oxygen as H+. ബാക്കി O- എന്ന് പറയുന്ന ഈ ഓക്സിജൻ എന്താവും? It will be attaching to this carbon. അപ്പം ഫ്യൂറനോസ് റിംഗ് ഫോം ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി വാട്ട് എവർ റിംഗ് ഇസ് ഫോംഡ് യു വിൽ ഹാവ് ദാറ്റ് ഓക്സിജൻ വിൽ ബി പ്രസന്റ്. ഇതുപോലെ ഒരു ഫ്യൂറനോസ് റിംഗ് ഇസ് ഫോംഡ്. ഹിയർ യു ആർ ഗോയിങ് ടു ഹാവ് CH2OH ഡിപ്പെൻഡിങ് അപ്പോൺ ആൽഫ ആൻഡ് ബീറ്റ. CH2OH മുകളിലാണെങ്കിൽ ഇറ്റ് ഈസ് ആൽഫ. ഓക്കെ, അപ്പം ദിസ് ഇസ് ഫസ്റ്റ് കാർബൺ, ദിസ് ഇസ് സെക്കൻഡ് കാർബൺ, ദിസ് ഇസ് തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ, ഫൈനലി ഹിയർ യു വിൽ ഹാവ് CH2OH. ദിസ് ഇസ് ദ സിക്സ്ത് കാർബൺ. അപ്പം എങ്ങനെയാണ് ഫ്യൂറനോസ് റിംഗ് ഓഫ് ഫ്രക്ടോസ് ഈസ് ഫോംഡ് ഡ്യൂ ടു റിയാക്ഷൻ ബിറ്റ്വീൻ ഏതൊക്കെ കാർബൺ തമ്മിലാണ് റിയാക്ഷൻ നടന്നത്? സെക്കൻഡ് കാർബണും അതുപോലെ തന്നെ എന്താണ്? ഫിഫ്ത്ത് കാർബണും. അപ്പൊ ഇതാണ് ആൻസർ C2 and C5. സപ്പോസ് ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുകയാണ്. ഹിയർ ഐ എം ആസ്കിങ് ഫ്രക്ടോസ് അല്ല, ഗ്ലൂക്കോസ് ആണ് ചോദിച്ചതെങ്കിൽ ഗ്ലൂക്കോസ് ആണ്. അത് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? പൈറനോസ് റിംഗ് ആയിരിക്കും. ക്വസ്റ്റ്യൻ മാറ്റി പൈറനോസ് റിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് റിയാക്ഷൻ ബിറ്റ്വീൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് C1 and C5 ആയിരിക്കും. ഓക്കെ, നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് കാർബണിൽ ഒരു ആൽഡിഹൈഡ് ഉണ്ടാവും, ഫിഫ്ത്ത് കാർബണിൽ OH, സെയിം റിയാക്ഷൻ യു വിൽ ഗെറ്റ് പൈറനോസ് റിംഗ്. ഇവിടെ അവിടെ എന്താണ്? പൈറനോസ് റിംഗ്. ഹിയർ ഇറ്റ് ഈസ് ഫ്യൂറനോസ് റിംഗ്. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
Next question എന്താണ്? In the Haworth structure of the following carbohydrate, various carbon atoms have been numbered. Anomeric carbon ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് ഏതാണ്? നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും. It is going to be here HOH, here OHH. ഇതൊരു ബീറ്റാ ഡി പ്ലസ് ഗ്ലൂക്കോപൈറനോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിന്റെ ആനോമർ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ അല്ലേ? ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നമ്മൾ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ഹിയർ. ഇതാണ് ഫസ്റ്റ് കാർബൺ. ഫസ്റ്റ് കാർബണിൽ H and OH ആയിരിക്കും. സെക്കൻഡ് കാർബൺ ഇവിടെയും H and OH ആയിരിക്കും. ഹിയർ തേർഡ് കാർബൺ ഇവിടെ എന്തായിരിക്കും? OH and H ആയിരിക്കും. ഫോർത്ത് കാർബൺ ഹിയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി H and OH. ഇവിടെ ലാസ്റ്റ് കാർബൺ ഇറ്റ് ഈസ് H and CH2OH. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. അപ്പം ഈ ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും ആനോമർ ആണ്. ഏതാണ് ആനോമറിക് കാർബൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് കാർബണിൽ ഇവിടെ OHH ആണ്. ഫസ്റ്റ് കാർബണിൽ ഇൻ ദിസ് കേസ് ദിസ് ഈസ് 1 2 3 4 5 6. അപ്പൊ ഏതാണ് ആനോമറിക് കാർബൺ? ആനോമറിക് കാർബൺ is numbered as 1. Is it clear? ഈ സെയിം ക്വസ്റ്റ്യൻ സപ്പോസ് ഫ്രക്ടോസിനാണ് ചോദിച്ചതെങ്കിൽ ആനോമറിക് കാർബൺ is going to be carbon 2. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഈതർ ലിങ്കേജ്. ഈതർ ലിങ്കേജ് ബിറ്റ്വീൻ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൽ മോണോസാക്കറൈഡ്സ് ഉണ്ടാവില്ലേ? ബിറ്റ്വീൻ മോണോസാക്കറൈഡ്സ്. സാക്കറൈഡ്സിൽ യു ഹാവ് 2H. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എൻ ഈതർ ലിങ്കേജ്. എങ്ങനെയാണ് ഈതർ ലിങ്കേജ് ഫോം ചെയ്യുന്നത്? ഒരു OH ഉണ്ടാവും, ഇവിടെയും ഒരു OH ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു OHഉം റിലീസ് ചെയ്താൽ ഫൈനലി യു വിൽ ഗെറ്റ്. സോ ഇത് ഈ ഈതർ ആണ്. ബിക്കോസ് ഹിയർ ഒരു R ഉണ്ടാവും, ഇവിടെ ഒരു R ഉണ്ടാവും. ഇറ്റ് ഈസ് എൻ ഈതർ ലിങ്കേജ്. നമ്മുടെ പെപ്റ്റൈഡ് ലിങ്കേജ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇറ്റ് വാസ് എൻ അമൈഡ് ലിങ്കേജ്. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇൻവേർട്ട് ഷുഗർ എന്താണ്? ഇൻവേർട്ട് ഷുഗർ നമ്മൾ സൂക്രോസ് എടുത്തു. If you are taking sucrose, okay, invert sugar എന്ന് പറഞ്ഞാൽ C12H22O11. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ, അതായത് H2O ആഡ് ചെയ്താൽ ഇൻ പ്രസൻസ് ഓഫ് H+, നമുക്കൊരു C6H12O6 കിട്ടും, പ്ലസ് അനദർ C6H12O6 കിട്ടും. ഇത് ഗ്ലൂക്കോസ് ആണ്, മറ്റേത് ഫ്രക്ടോസ് ആണ്. ഹിയർ sucrose was dextrorotatory. Ultimately here if it is glucose, ഞാൻ ഫസ്റ്റത്തത് ഗ്ലൂക്കോസ് എന്ന് എഴുതാം. ഗ്ലൂക്കോസിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് +52 ഡിഗ്രി ആണ്. ഇവിടെ ഇത് ഫ്രക്ടോസ് എന്ന് പറയുന്നതിന്റെ റൊട്ടേഷൻ -90 ഡിഗ്രി, അറൌണ്ട് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ കോമ്പൗണ്ടിന്റെ റൊട്ടേഷൻ എന്തായിരിക്കും? It is going to be rotating 52 degree clockwise -90 degree anti-clockwise. Ultimately this solution is going to be levorotatory. അപ്പോൾ dextrorotatory ആയിട്ടുള്ള ഒരു ഷുഗർ ലീവോറൊട്ടേറ്ററി ആയി മാറുകയാണ് ഡ്യൂ ടു ഹൈഡ്രോളിസിസ്. അപ്പൊ ഇതിന് ആൻസർ ചോദിച്ചാൽ ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൂക്കോസ് അല്ല, എന്താണ്? ഇറ്റ് ഈസ് ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് ഓഫ് ആരാണ്? ഇവിടെ ആരാണ്? ഇറ്റ് ഈസ് ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് ഓഫ് സൂക്രോസ്. എന്താണ്? ഒളിഗോസാക്കറൈഡ്സ്. ഒളിഗോസാക്കറൈഡ്സ് ആർ കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഫർദർ. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് വിൽ ഗിവ് 2 മോണോസാക്കറൈഡ്സ് upon hydrolysis. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാലോ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് വിൽ ഗിവ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ്. ഒളിഗോസാക്കറൈഡ്സ് വിച്ച് upon hydrolysis എത്രയാണ്? ഒളിഗോസാക്കറൈഡ്സ് yield 2 to 10 മോണോസാക്കറൈഡ്സ്. അതായത് ഇതിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഡൈസാക്കറൈഡ്സ്, ഇതിന്റെ എക്സാമ്പിൾ തന്നെയാണ് ട്രൈസാക്കറൈഡ്സ്, ഇതിന്റെ എക്സാമ്പിൾസ് തന്നെയാണ് ടെട്രാസാക്കറൈഡ്സ്. ഓക്കെ, ഡൈസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, മാൾട്ടോസ്, അതുപോലെ തന്നെ ലാക്ടോസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ഡൈസാക്കറൈഡ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ NCERT നോക്കി പഠിക്കണം. വിറ്റാമിൻ ഡി cannot be stored in our body. ADEK.
ഫാറ്റ് സോല്യൂബിൾ അല്ലേ, ക്യാൻ ബി സ്റ്റോർഡ് അല്ലേ, ഇത് റോങ് അല്ലേ? ഓക്കെ, വിറ്റാമിൻ ഡി is fat soluble and it is not excreted from the body in urine. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അസേർഷൻ is false, reason is true. എന്തായിരിക്കണം അസേർഷൻ? വിറ്റാമിൻ ഡി can be stored in our body. അങ്ങനെയാണെങ്കിൽ assertion is true, reason is true, reason is the correct explanation. Okay, പക്ഷെ ഇവിടെ cannot ആയതുകൊണ്ട് it is a wrong statement. Assertion is false, reason is true. Understood? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ what is the difference between native protein? കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് CBSE 2025. native പ്രോട്ടീനും denatured പ്രോട്ടീനും. denatured പ്രോട്ടീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? The protein, native protein which has undergone denaturation, which has lost its biological activity due to denaturation ആണ് denatured protein എന്ന് പറയുന്നത്. എന്താണ് native protein? അതിന്റെ what is the definition of NCERT ൽ ഉണ്ട്. native protein is the particular protein which is having a unique three-dimensional structure and a particular biological activity. അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറും പർട്ടിക്കുലർ ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു പ്രോട്ടീനെ നമ്മൾ എന്ത് വിളിക്കും? നേറ്റീവ് പ്രോട്ടീൻ. അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയും സ്ട്രക്ചറും പോയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡീനേച്ചർഡ് പ്രോട്ടീൻ. ബട്ട് ഡീനേച്ചർഡ് പ്രോട്ടീൻ ആണെങ്കിലും അതിന്റെ ടേർഷ്യറിയും സെക്കൻഡറിയും മാത്രമേ പോകുന്നുള്ളൂ. പ്രൈമറി സ്ട്രക്ചർ വിൽ റിമെയിൻ ഇൻടാക്ട് ഡ്യൂറിങ് ഡീനേച്ചറേഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡൈസാക്കറൈഡ്? ഡൈസാക്കറൈഡിന്റെ എക്സാമ്പിൾ ഏതാണ്? ഗ്ലൂക്കോസ് ഇസ് എ മോണോസാക്കറൈഡ്. ലാക്ടോസ് ഇസ് എ ഡൈസാക്കറൈഡ് ഓഫ് what is that? Galactose and glucose. Amylose is a polysaccharide. സ്റ്റാർച്ചിന്റെ ഒരു യൂണിറ്റ് ആണ് അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ ഓൾസോ. ഫ്രക്ടോസ് ഇസ് എ മോണോസാക്കറൈഡ്. അപ്പം ചോദ്യം ഫോളോയിങ് ഇസ് എ ഡൈസാക്കറൈഡ്. നമ്മൾ ആൻസർ എന്താണ്? ലാക്ടോസ് എന്ന് എഴുതി വെക്കാം. ഇനി വിച്ച് വിറ്റാമിൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ കോയാഗുലേഷൻ ഓഫ് ബ്ലഡ്? അതായത് ഡെഫിഷ്യൻസി ഡിസീസിൽ വിറ്റാമിൻ കെന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് കൊയാഗുലേഷൻ ടൈം. അതായത് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിന്റെ റീസൺ ആരാണ്? വിറ്റാമിൻ കെ ആണ്. ഓക്കെ, is it clear? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the next question? Write the reactions involved when D-glucose is treated with the following. HCN ആയിട്ട് റിയാക്ട് ചെയ്താൽ, സപ്പോസ് ഇഫ് ഐ എം ഹാവിംഗ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ വരച്ചതാണ്. CHOH 4 times, പിന്നെന്താണ്? CH2OH. ഇതിലേക്ക് നമ്മൾ HCN ആഡ് ചെയ്താൽ നമ്മൾ ആൽഡിഹൈഡ്സിൽ പഠിച്ച ഒരു റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ, HCN. അപ്പോൾ ഫോം ചെയ്യുന്ന ആളുടെ പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് ഗോയിങ് ടു ഫോം സയനോഹൈഡ്രിൻ. OH ഉണ്ടാകും, CN ഉണ്ടാകും. മെക്കാനിസം നമ്മൾ എന്തിൽ പഠിക്കും? ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അതിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസിലെ അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആയിട്ട് പഠിക്കുന്നതാണ്. ബാക്കിയുള്ള സ്ട്രക്ചറൊക്കെ അതുപോലെ തന്നെ വരക്കാം, CH2OH. അതായത് വാട്ട് ഈസ് ദി ആൻസർ ഹിയർ? റിയാക്ഷൻസ് ഇൻവോൾവ് ഇതാണ്. ഇവിടെ ഫോം ചെയ്ത് ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സയനോഹൈഡ്രിൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഗ്ലൂക്കോസ് അപ്പോൺ റിയാക്ഷൻ വിത്ത് HCN will form cyanohydrin. ഇത് നമ്മൾ എവിടെ പഠിക്കുന്ന റിയാക്ഷൻ ആണ്? This confirms that glucose has a carbonyl carbon. പക്ഷെ സയനോഹൈഡ്രിൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഒരിക്കലും പറയാൻ പറ്റില്ല വെദർ ഇറ്റ് ഇസ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ബിക്കോസ് ആൽഡിഹൈഡും റിയാക്ട് ചെയ്യും, കീറ്റോണും റിയാക്ട് ചെയ്യും. അപ്പം ദിസ് ഇസ് എ ടെസ്റ്റ് ഫോർ ഓർ പ്രസൻസ് ഓഫ് ദിസ് റിയാക്ഷൻ കൺഫേം ദ പ്രസൻസ് ഓഫ് കാർബണൈൽ കാർബൺ. ഇനി ബ്രോമിൻ വാട്ടർ, ഈ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതല്ലേ. എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് അപ്പോൺ റിയാക്ഷൻ ബ്രോമിൻ വാട്ടർ ഇറ്റ് വിൽ ഫോം ഗ്ലൂക്കോണിക് ആസിഡ്. CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് COH ആവും. ബാക്കിയുള്ള ഗ്രൂപ്പ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതാൻ നോക്ക്. ദ സെയിം സ്ട്രക്ചർ Br2 വാട്ടർ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. വാട്ട് വിൽ ഹാപ്പൻ? CHO will be converted to COOH. അതാണ് ഇവിടെയുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All naturally occurring alpha amino acids except glycine are optically active. നമ്മൾ ഒരു what is that അമൈനോ ആസിഡിന്റെ സ്ട്രക്ചർ എടുക്കുന്നു. NH2CrHCOH. ഇതിൽ ഗ്ലൈസീൻ എന്ന് പറഞ്ഞാൽ ആറിന് പകരം അവിടെ വരാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു H2H ഗ്രൂപ്പാണ്.
ഓക്കെ, അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഗ്ലൈസിൻ ഇസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് എക്സെപ്റ്റ് ഗ്ലൈസിൻ, ബാക്കിയുള്ള എല്ലാവരും ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കാർബൺ ഐ കാൺ റൈറ്റ് ലൈക്ക് ദിസ്, കാരണം ഈ ഒരു കാർബൺ എന്തല്ല, കൈറൽ കാർബൺ അല്ല. കാരണം എന്താ, there are two hydrogen, same group വന്നാൽ അത് കൈറൽ അല്ല. all four groups are different means then it is going to be chiral carbon. അപ്പം ഈ assertion എന്ന് പറയുന്നത് എന്താണ്, it is a true statement. Most naturally occurring amino acids have L configuration. This is also true. പക്ഷെ ഇതാണോ അതിന്റെ റീസൺ? What should be the reason? NCERT ൽ കൊടുത്തിട്ടുണ്ട് all naturally occurring alpha amino acids except glycine are optically active because glycine does not have a chiral center. Chiral center illa glycine. So here both assertion and reason are true. It is not the correct explanation. Adana correct answer. Okay, correct reason endana, it does not have a chiral center. Is it clear? Anganeyanankil which of the following statement is not true about glucose? It is an aldohexose. Aldohexose ennu parnal endana, aldehyde illa അതുപോലെ തന്നെ 6 കാർബൺ ഉള്ള ഒരു ഗ്രൂപ്പ്. ഇറ്റ് ഈസ് എൻ ആൽഡോഹെക്സോസ്. ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് നമ്മൾ കറക്റ്റ് ആൻസർ അല്ല. കറക്റ്റ് ആൻസർ നോട്ട് ട്രൂ ആണ് വെച്ചുള്ളത്. ഓൺ ഹീറ്റിംഗ് വിത്ത് HI ഇറ്റ് ഫോംസ് എൻ ഹെക്സൈൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺ ട്രീറ്റിംഗ് വിത്ത് HI ഇറ്റ് വിൽ ബി ഫോമിങ് എൻ ഹെക്സൈൻ. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഫ്യൂറനോസ് ഫോം. ആരായിരുന്നു ഫ്യൂറനോസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രക്ടോസ്, നോട്ട് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എക്സിസ്റ്റിംഗ് ഇൻ പൈറനോസ് ആണ്, നോട്ട് ഫ്യൂറനോസ്. അപ്പൊ ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇറ്റ് ഡസ് നോട്ട് ഗിവ് ഷിഫ്റ്റ് ടെസ്റ്റ്. ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. നമ്മൾ ഈ ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഡസ് നോട്ട് ഗിവ് ഷിഫ്റ്റ് ടെസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസത്തിലേക്ക് പോകാം. വൈ അമിനോ ആസിഡ്സ് ആർ ആംഫോടെറിക് ഇൻ നേച്ചർ? Again the same reason. എന്തായിരുന്നു? It contains ഇവിടെ HR, it contains both amino group as well as COOH group, so it is going to be amphoteric. And in which form it is going to show that amphoteric nature? In Zwitter ionic form. In Zwitter ionic form it is going to show the amphoteric nature. Okay, define acidic amino acids. എന്താണ് acidic amino acids? Amino acid which have more number of carboxyl group than amino group. അപ്പോൾ എന്തായിരിക്കും ബേസിക് അമൈനോ ആസിഡ്സ്? ദി അമൈനോ ആസിഡ്സ് വിച്ച് ഹാവ് മോർ അമൈനോ ഗ്രൂപ്പ്സ് ദാൻ കാർബോക്സിൽ ഗ്രൂപ്പ്സ്. അപ്പോൾ എന്തായിരിക്കും ന്യൂട്രൽ അമൈനോ ആസിഡ്സ്? അമൈനോ ആസിഡ്സ് വിച്ച് കണ്ടെയ്ൻ ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോക്സിൽ ആൻഡ് അമൈനോ ഗ്രൂപ്പ്. Is it clear? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം നോക്കാം. What is the difference between glycosidic linkage? നമ്മൾ ഓൾറെഡി പറഞ്ഞു. And peptide linkage. Glycosidic linkage is present in carbohydrates. Present between, it is ether linkage. Present between monosaccharides. Peptide linkage എവിടെയായിരുന്നു? It is found in proteins. It is an amide linkage which is going to be present between two amino acids. Okay, അപ്പം ഫസ്റ്റ് വൺ glycosidic linkage is present in carbohydrates, peptide linkage is present between amino acids. Glycosidic linkage is an ether bond, peptide linkage is an amide bond. അപ്പം രണ്ട് ഡിഫറൻസ്. Pentacetate of glucose does not react with hydroxylamine. What does it indicate? NCERT direct statement ആണ്. What does it indicate? It indicates the absence of free CHO group. പെൻഡാസെറ്റേറ്റ് ഫോം ചെയ്തപ്പോൾ നമ്മുടെ CHO ഗ്രൂപ്പ് അവൈലബിൾ അല്ല, ഫ്രീ അല്ല. അത് കാരണം ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സൈലമൈൻ. ഓക്കെ, ഇനി ഡിഫൈൻ ഓളിഗോസാക്കറൈഡ്സ് വിത്ത് എക്സാമ്പിൾ പറ. ഓളിഗോസാക്കറൈഡ്സ് ആർ what is it? Carbohydrates which upon hydrolysis will yield 2 to 10 amino acids. Disaccharides, sucrose example ആണ്, lactose example ആണ്, അതുപോലെ തന്നെ വേറെ എന്താണ്, maltose ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്താണ് ഒളിഗോസാക്കറൈഡ്സിൽ ഡൈസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഒളിഗോസാക്കറൈഡ്സ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് yields 2 to 10 monosaccharides upon hydrolysis. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, what is the effect of denaturation on the structure of protein? ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ്സ് എഴുതാം. ഒരു പോയിന്റ് NCERT പറഞ്ഞിരിക്കുന്നത് ഗ്ലോബ്യൂൾസ് അൺഫോൾഡ്, പിന്നെന്താണ്
helix recoils. Okay, helix structure is going to get recoiled. ഇതാണ് two different എന്താണ് structural aspects. ഇനി അതല്ല മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ, this is also correct answer. മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ എന്താണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിൽ tertiary and secondary structure gets destroyed. It is going to get destroyed while primary structure remains intact. Destroyed. Here it is going to be എന്താണ് it is going to get destroyed. Okay, അങ്ങനെയാണെങ്കിൽ tertiary and secondary structure get destroyed and primary structure will remain intact. ഇതാണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻ. പറ. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? കെരാറ്റിൻ എഴുതാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? മയോസിൻ എഴുതാം. ഗ്ലോബ്യുലാർ പ്രോട്ടീനിൽ ആരൊക്കെയാണ്? നമുക്ക് എഴുതാം ഇൻസുലിൻ എഴുതാം. അതുപോലെ തന്നെ ആൽബ്യൂമിൻ എഴുതാം. എനി വൺ ഓഫ് ദ എക്സാമ്പിൾ യു ഹാവ് ടു ഗിവ് ഇറ്റ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇഫ് യു റീഡ് ദി NCERT വെരി കെയർഫുള്ളി, നമ്മൾ NCERT നല്ല കെയർഫുൾ ആയിട്ട് വായിച്ച് നോക്കിയാൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഈസിയാണ്. അതായത് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് CBSE ബോർഡ് എക്സാമിനേഷൻ. നിങ്ങൾ നീറ്റ് ലെവലിൽ, അതായത് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ഇൻ ടു മച്ച് മോർ ഡീറ്റെയിൽ. But CBSE board examination, your chapter NCERT, if you read line by line, if you know the topics, you will easily get the answer. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. നിങ്ങൾ എല്ലാ ലൈവും കണ്ട് നല്ലോണം നോട്ട്സ് ഒക്കെ എഴുതി നല്ലോണം പ്രിപ്പയർ ചെയ്ത് നല്ലോണം പഠിച്ച് നല്ല മാർക്സ് കിട്ടാൻ വേണ്ടി ആകാശ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ബി ദ പ്രോബ്ലം.